ലെക്ചേഴ്സ് ആണല്ലോ. ഒഫൻസസ് എഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി ആണ് നമ്മൾ IPC തീർത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ് ഒഫൻസസ് എഗൈൻസ്റ്റ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒഫൻസസ് എന്തൊക്കെയാണ്? അതായത് നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഒഫൻസസ് കുറ്റകൃത്യങ്ങളാണുള്ളത്, അതിന്റെ പണിഷ്മെന്റ് എത്രത്തോളമാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അത് ആദ്യം നമ്മൾ നോക്കുന്നത് തെഫ്റ്റും എക്സ്റ്റോർഷനും ആണ്. തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തെഫ്റ്റ് നടത്തുക, മോഷണം നടത്തുക, അതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു വസ്തു മോഷ്ടിക്കുന്നതിനെയാണ് നമ്മൾ തെഫ്റ്റ് എന്ന് പറയുന്നത്. വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. ഒഫൻസസ് എഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി ആണ് നമ്മൾ ഇതുവരെ എടുത്തിരുന്നത് ക്ലാസ്. ഒഫൻസസ് എഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി എടുത്തു തീർത്തു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന ഒഫൻസസ് എഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ആണ്. പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ പണിഷ്മെന്റ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് തെഫ്റ്റും എക്സ്റ്റോർഷനും ആണ്. തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഒരു വസ്തു എന്ത് ചെയ്തു? തെഫ്റ്റ് ചെയ്തു. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി തെഫ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇമ്മൂവബിളും മൂവബിളും രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഇമ്മൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് കുറച്ച് ഭൂമിയുണ്ട്, ഇത് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇമ്മൂവബിൾ അല്ലേ, അത് ഫിക്സഡ് അല്ലേ, അതൊന്നും പറ്റില്ല. പിന്നെ അതോടൊപ്പം തന്നെ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ, നമ്മുടെ TV, നമ്മുടെ പെൻ, ഇതൊക്കെ എന്താ? മൂവബിൾ ആണ്. അപ്പൊ മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. അതില് തെഫ്റ്റിൽ വരുന്നത് എപ്പോഴും മൂവബിൾ പ്രോപ്പർട്ടിയാണ്. മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്, നമുക്ക് മോഷ്ടിച്ചോണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ തെഫ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 378 പറയുന്നത്. നിങ്ങൾ നോക്കിയാലും കുഴപ്പമില്ല, നിങ്ങളോട് അങ്ങനെ ഒന്നും ചോദിക്കില്ല. സെക്ഷൻ 1 ഭാരതീയ ന്യായ സംഹിതയിൽ 303 ആണ്. ആ സെക്ഷന് മാത്രം, നമ്പറിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. പിന്നെ ഇത് പാരഗ്രാഫ് കണക്കിനാണ് എഴുതിയിരുന്നെങ്കിൽ പുതിയ ഇതിലേക്ക് വന്നപ്പോഴേക്കും അത് എന്ത് ചെയ്തു? ഒറ്റ സെന്റൻസ് ആയിട്ടായിരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് പോയിന്റ്, ബുള്ളറ്റ് പോയിന്റ്സ് പോലെ ഓരോരോ പോയിന്റ് ക്ലോസ് ഇട്ട് എഴുതിയേ ഉള്ളൂ. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സെക്ഷൻ നമ്പറിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളൂ. കണ്ടന്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 378 IPC പറയുന്നത് ഇന്റന്റിങ് ടു ടേക്ക് ഡിസോണസ്റ്റ്ലി എനി മൂവബിൾ പ്രോപ്പർട്ടി. ഇന്റൻഷൻ വേണം, എനിക്കൊരു ഉദ്ദേശത്തോടു കൂടി വേണം. ഞാനിപ്പോ ഒരാളുടെ ഒരു പ്രോപ്പർട്ടി, ഒരാളുടെ ഒരു ബുക്ക്, ആ ബുക്ക് ഞാൻ ഇന്റൻഷനോട് കൂടി, അത് മോഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശം, അതാണ് എന്റെ ഉദ്ദേശം. അങ്ങനെയുള്ള ഇന്റൻഷനോട് കൂടി ഞാനത് എടുക്കുന്നു. എന്ത്? ഡിസോണസ്റ്റ്ലി. നല്ല ഉദ്ദേശമാണോ? ഹോണസ്റ്റ്ലി എന്ന് നമ്മൾ സത്യസന്ധമായിട്ടല്ല, നല്ല ഉദ്ദേശം അല്ലാതെ ഡിസോണസ്റ്റ്ലി ഞാനത് എനി മൂവബിൾ പ്രോപ്പർട്ടി. അപ്പൊ തെഫ്റ്റിൽ എപ്പോഴും മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കും, അതൊന്ന് ഓർക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഇന്റൻഷൻ, ഉദ്ദേശത്തോടു കൂടി ഞാൻ എടുക്കുന്നു, ടേക്ക് ചെയ്യുന്നു. എങ്ങനെ? ഔട്ട് ഓഫ് ദി പൊസഷൻ ഓഫ് എനി പേഴ്സൺ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൈവശത്തിൽ, പൊസഷൻ എന്ന് പറഞ്ഞാൽ കൈവശത്തിൽ ഇരിക്കുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ കൈവശം ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി അത് എടുക്കണം എന്നുള്ള ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ അങ്ങനെ എടുക്കുമ്പോ, എങ്ങനെ? വിത്തൗട്ട് ദാറ്റ് പേഴ്സൺസ് കൺസെന്റ്, ആളുടെ സമ്മതത്തോടു കൂടിയാണ് ആളുടെ ബുക്ക് എടുക്കുന്നതെങ്കിൽ അത് തെഫ്റ്റ് ആവില്ലല്ലോ. ഞാൻ ചോദിച്ചിട്ട് എടുക്കുക, 2 ദിവസത്തേക്ക് ബുക്ക് കൊണ്ടുപോകാനാണ്, അത് തെഫ്റ്റ് ആവില്ല. അപ്പൊ ഞാൻ വിത്തൗട്ട് ദാറ്റ് പേഴ്സൺ, ആ പേഴ്സന്റെ സമ്മതമില്ലാതെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി, ഇന്റൻഷനോട് കൂടി ഞാൻ ആ പേഴ്സന്റെ കൈവശം ഇരിക്കുന്ന ഒരു മൂവബിൾ പ്രോപ്പർട്ടി എടുക്കുകയാണ് എങ്കിൽ, അങ്ങനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? എടുത്ത് അവിടെ ബുക്ക് തുറന്നു നോക്കി വായിച്ചാൽ പോരാ, അതെടുത്ത് ഞാൻ ബാഗ് ഇട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് തെഫ്റ്റ്. അത് ഞാൻ മൂവ് ചെയ്തിട്ട് കൊണ്ടുവരണം. അത് മൂവ് ചെയ്ത് ആ പേഴ്സന്റെ പൊസഷനിൽ ഇരിക്കുന്ന സാധനം, കൈവശത്തിലിരിക്കുന്ന ഞാൻ എടുത്തുകൊണ്ട് മൂവ് ചെയ്ത് കൊണ്ടുവരണം. എങ്ങനെ ഉദ്ദേശം? ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി, അത് മോഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശമായിരിക്കണം, എന്റെ കൈക്കലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ കൊണ്ടുവന്നാൽ ഞാൻ ചെയ്തത് തെഫ്റ്റ് എന്ന് പറയുന്ന കമ്മിറ്റ് ചെയ്ത ഒഫൻസ് തെഫ്റ്റ് ആണ്. അപ്പൊ ആരാണോ ഈ പറയുന്ന ഒരു ഒഫൻസ് ചെയ്യുന്ന, അവർ ചെയ്യുന്ന ഒഫൻസിന്റെ പേര് എന്താണ്? തെഫ്റ്റ് ആണ്. അതിന്റെ പണിഷ്മെന്റ് സെക്ഷൻ 379 പറയുന്നത്. പണിഷ്മെന്റ് 3 വർഷം വരെ, എക്സ്റ്റെൻഡ് ടു 3 years എന്നാ പറയുന്നത്. അപ്പൊ അതായത് മാക്സിമം 3 വർഷം വരെ ഇംപ്രസൺമെന്റ് കിട്ടാം. മാക്സിമം 3 വർഷം വരെ ഇംപ്രസൺമെന്റും. അത് ഏതെങ്കിലും റിഗറസ്, സിമ്പിൾ എന്ന് കോടതിയാണ് നോക്കുന്നത്, എടുത്തു പറഞ്ഞിട്ടുള്ള റിഗറസ് ഒന്നും. അപ്പൊ എന്താണ്? മാക്സിമം 3 വർഷം വരെ ഇംപ്രസൺമെന്റും ഫൈനും കിട്ടാം. ഇനി അതല്ലെങ്കിൽ രണ്ടും കിട്ടാം, ഈ തടവ് ശിക്ഷ ഫൈനും രണ്ടും കൂടി കിട്ടാം. ഇനി അടുത്ത 380, 381, 382 ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി, അത് നോക്കണ്ട, ഞാൻ ജസ്റ്റ് പറയുമ്പോൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 380 പറയുന്നത് ഡ്വെല്ലിംഗ് ഹൗസ്. ഡ്വെല്ലിംഗ് ഹൗസ് എന്നാൽ നമ്മൾ മനുഷ്യർ താമസിക്കുന്ന വീട്. വീട് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് ആവാം, വീടാവാം, കുടിലാകാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ റൂം ആയിരിക്കാം, നമ്മുടെ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ വെക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ ഷിപ്പ് ആവാം, ഷിപ്പിലൊക്കെ താമസിക്കുന്നില്ല. അപ്പൊ അങ്ങനെ എവിടെ വേണമെങ്കിലും ഒരു തെഫ്റ്റ്, മോഷണം നടത്തുകയാണെങ്കിൽ ഈ 3 വർഷം എന്നുള്ളത് 7 വർഷം വരെ ആകാം ഇംപ്രസൺമെന്റ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിപ്പോ തെഫ്റ്റ് നടത്തുന്നത് നമ്മുടെ വിശ്വസ്തനായ നമ്മുടെ ഓഫീസിലെ ക്ലർക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സെർവന്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിലും പണിഷ്മെന്റ് 7 വർഷം വരെ ഇംപ്രസൺമെന്റ് ആ വ്യക്തിക്ക് കിട്ടാം. കാരണം നമുക്കൊരു ട്രസ്റ്റ് ഉള്ള ആളല്ലേ ചെയ്യുന്നത്. ഇനി 382 പറയുന്നത് ആഫ്റ്റർ പ്രിപ്പറേഷന് ശേഷം, ഞാനത് എഴുതിയിട്ടില്ല എന്ത് പ്രിപ്പറേഷൻ ആണെന്ന് പറഞ്ഞാൽ, അതായത് ഒരാൾക്ക് ഡെത്ത് കോസ് ചെയ്യണം, ഒരാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ ഒരാളെ റീസ്ട്രെയിൻ ചെയ്ത് തടഞ്ഞു വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒക്കെ നമ്മൾ വേണ്ട പ്രിപ്പറേഷൻസ്, തയ്യാറെടുപ്പുകൾ നടത്തിയതിന് ശേഷമാണ് ഈ മോഷണം നടത്തുന്നതെങ്കിൽ അതിന് കിട്ടുന്ന
പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ റിഗറസ് ഇംപ്രസ്മെന്റ് ആണ്, കഠിന തടവ്. അപ്പൊ വരുമ്പോൾ കഠിന തടവായിരിക്കും. എത്ര വരെ വരാം? 10 വർഷം വരെ വരാവുന്ന കഠിന തടവാണ്. ഇതാണ് തെഫ്റ്റ്. സോ അടുത്ത് നമ്മൾ എക്സ്റ്റോഷൻ. എക്സ്റ്റോഷൻ 383 IPC, BNS 308 ആണ്. നോക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പൊ എക്സ്റ്റോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ തന്നെ എടുത്ത് ഒരാളുടെ വീട്ടിൽ ചെന്ന് ഞാൻ ഒരാളുടെ ബുക്ക് അയാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ കൈവശം ഇരിക്കുന്ന എടുത്തുകൊണ്ട് പോയാൽ അത് തെഫ്റ്റ്. ഇനി എക്സ്റ്റോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പോയി എടുത്തിട്ട് വരുന്നതല്ല, ഇയാളായിട്ട് എനിക്ക് തരുന്നത്. ആ ബുക്ക് എനിക്ക് ഞാനായിട്ട് തരുന്നതാണ്. എന്തോ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, അത് എനിക്ക് തന്നെ തരുക. എങ്ങനെ? ഞാൻ ചോദിച്ചിട്ട് ഞാൻ പോയി സ്വർണ്ണമാല എടുത്തിട്ട് വരുന്നതല്ല, എനിക്ക് അയാൾ തന്നെ സ്വയമേ തരുക. അതെങ്ങനെ തരുന്നത്? ഞാൻ ഒരു ഇഞ്ചുറി വരുമെന്നുള്ള ഒരു ഫിയർ ഉണ്ടാക്കുന്നു. അതായത് ഞാൻ അയാളെ പേടിപ്പിക്കുക, ത്രെട്ടൻ ചെയ്ത് ഭീഷണിപ്പെടുത്തുവാണ്. ഒന്നുമില്ലെങ്കിൽ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും, അതായത് വ്യക്തിയുടെ ഏതെങ്കിലും ഫ്രണ്ടിനോ അല്ലെങ്കിൽ റിലേറ്റീവിനോ അല്ലെങ്കിൽ ബ്രദറിനോ കുട്ടിക്കോ ഒക്കെ ഞാൻ എന്ത് ചെയ്യും? അപകടം വരുത്തുമെന്നോ അല്ലെങ്കിൽ അവരെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു അപവാദം പറയുമെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി, അവർക്ക് ഹാം ആയിട്ടുള്ള ഒരു കാര്യം വരുമെന്ന് പറഞ്ഞ ഒരു ഫിയർ, ഒരു പേടി അവരിൽ ഉണ്ടാക്കുക. അത് ഉണ്ടാക്കുന്നത് വഴിയായിട്ട് ആ പേഴ്സണോ ആ വ്യക്തിക്കോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും വ്യക്തിക്കോ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടാകുമെന്നും പറഞ്ഞ് ഞാനൊരു ഫിയർ ക്രിയേറ്റ് ചെയ്യുക. പേടി ക്രിയേറ്റ് ചെയ്യുന്നത് മൂലം അതെന്തിനാ ഞാനിങ്ങനെ പേടി ക്രിയേറ്റ് ചെയ്യുന്നത്? ഡിസോണസ്റ്റ്ലി ഇൻഡ്യൂസ് ചെയ്യുക. സത്യസന്ധമായിട്ടുള്ള ഉദ്ദേശം കൊണ്ടല്ല ഞാൻ അങ്ങനെ പേടി ക്രിയേറ്റ് ചെയ്യുന്നത്, അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടി, ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാ. ഡിസോണസ്റ്റ്, നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലാതെ അവരെ പ്രേരിപ്പിക്കണം. എന്ത്? ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ അവർ ഞാൻ പറയുന്ന സാധനം തരും. ആ ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള സ്വർണ്ണമാല അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ അതുവഴിയായി അങ്ങനെ ഒരു പേടി ഞാൻ ഡിസോണസ്റ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നത് വഴിയായി അവരില് എന്ത് ചെയ്യുന്നു? അവർ എനിക്ക് പ്രോപ്പർട്ടി ഡെലിവർ ചെയ്ത് തരുന്നു. അവരുടെ ഒരു പ്രോപ്പർട്ടി എനിക്ക് ഡെലിവർ ചെയ്ത് തരുന്നു. അല്ലെങ്കിൽ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി, ഇപ്പൊ വീടിന്റെ ആധാരമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും വാല്യൂബിൾ സെക്യൂരിറ്റി, സ്വർണ്ണമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും തരുന്നു. അല്ലെങ്കിൽ എനിത്തിങ് സൈൻഡ് ഓർ സീൽഡ്, ഏതെങ്കിലും ഒരു ആധാരമൊക്കെ സൈൻ ചെയ്ത് സീൽ ചെയ്ത സാധനമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? വാല്യൂബിൾ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി, അതല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ ചെയ്തതോ സീൽ ചെയ്തോ ആയ ഒരു സാധനം തരുന്നു. അതെങ്ങനെയാ? ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു വാല്യൂബിൾ സെക്യൂരിറ്റി. വാല്യൂബിൾ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് തരുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം കൈക്കലാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് എക്സ്റ്റോഷൻ എന്ന്. സെക്ഷൻ 383 എക്സ്റ്റോഷൻ ആണ്. അപ്പൊ ആ വ്യക്തി കമ്മിറ്റ് ചെയ്ത് ഒരാളെ പേടിപ്പിച്ച് ഇഞ്ചുറി ഉണ്ടാക്കുമെന്നും പറഞ്ഞ് പേടിപ്പിച്ച് ഡിസോണസ്റ്റ്ലി അയാളെ പ്രേരിപ്പിച്ചതിന് ശേഷം അയാൾ നമുക്കൊരു പ്രോപ്പർട്ടി ഡെലിവർ ചെയ്ത് തരികയാണെങ്കിൽ അതാണ് എക്സ്റ്റോഷൻ. എക്സ്റ്റോഷന്റെ പണിഷ്മെന്റ് 384 3 വർഷം വരെ ഇംപ്രസൺമെന്റും ഫൈനും കിട്ടാം. പക്ഷെ നമ്മൾ എക്സ്റ്റോഷൻ നമ്മൾ നടത്തുന്നത് അയാൾക്കിപ്പോ അയാൾ ഒരു കള്ളക്കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ്. ആ കള്ളക്കേസ് എന്ന് പറയുന്നത് വധശിക്ഷ വരെ കിട്ടാവുന്ന ഒരു കേസ് കൊടുക്കും എന്നാണ് ഞാൻ പറയണേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് 10 വർഷം വരെയൊക്കെ എന്ത് കിട്ടാം? തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ആ എക്സ്റ്റോഷൻ. അപ്പൊ ഞാൻ പേടിപ്പിച്ചത് ആ രീതിയിലല്ലേ. പിന്നെ അതല്ല, ഞാൻ അയാൾക്ക് ഡെത്ത് കോസ് ചെയ്യും, മരണം കോസ് ചെയ്യും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണെങ്കിൽ 10 വർഷം വരെ ഇംപ്രസൺമെന്റ് കിട്ടാവുന്നതാണ് ആ എക്സ്റ്റോഷൻസിനൊക്കെ. ഈ മൂന്നെന്നുള്ളത് അവിടെ വ്യത്യാസം വരും. സോ ഇതാണ് തെഫ്റ്റും എക്സ്റ്റോഷനും. അടുത്തത് റോബറിയും ഡെക്കോയിറ്റിയുമാണ്. റോബറി ഡെക്കോയിറ്റി എന്ന് പറയുന്നത് റോബറി സെക്ഷൻ 390 പറയുന്നത്. റോബറി എന്ന് പറഞ്ഞാൽ കവർച്ചയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് റോബറി നടത്തുക എന്ന് പറഞ്ഞാൽ കവർച്ച നടത്തുക എന്നാണ്. അപ്പൊ സെക്ഷൻ എങ്ങനെയാണ് പറയുന്നത്? 390 ഇൻ ഓൾ റോബറി, എല്ലാ റോബറിക്കകത്തും കവർച്ചയ്ക്കകത്തും ഒന്നുമില്ലെങ്കിൽ ഒരു തെഫ്റ്റ് കാണും. ഐദർ ഒരു തെഫ്റ്റ് കാണും അല്ലെങ്കിൽ ഒരു എക്സ്റ്റോഷൻ കാണും എന്നാണ് പറയുന്നത്. തെഫ്റ്റ് എന്താ എക്സ്റ്റോഷൻ എന്താ നമ്മൾ കുറച്ച് വരുമ്പോൾ നോക്കി. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഒരു തെഫ്റ്റോ അല്ലെങ്കിൽ ഒരു റോബറിയോ എല്ലാ കവർച്ചയായിട്ടുള്ള, അതായത് എല്ലാ റോബറിക്കകത്തും ഉണ്ടാകും എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പൊ തെഫ്റ്റ് എപ്പോഴാണ് റോബറി ആകുന്നത്, ഈ എക്സ്റ്റോഷൻ എപ്പോഴാണ് ഒരു റോബറി കവർച്ചയായി മാറുന്നത് എന്നാണ് സെക്ഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് വലിയ സെന്റൻസസ് ഒക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പഠിച്ച സമയത്ത് ഈ ഒരു ഇക്വേഷൻ ഒക്കെ ഇട്ട് എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ടാണ് പഠിച്ചത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സെന്റൻസിന്റെ അകത്ത് ഈ എലമെന്റ് എല്ലാം വന്നിട്ടുണ്ടോ, ഇക്വേഷനിലെ എലമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ തെഫ്റ്റ് എപ്പോഴാണ് റോബറി ആകുന്നത്? തെഫ്റ്റ് റോബറി ആകുന്നത് തെഫ്റ്റിനോടൊപ്പം തന്നെ. തെഫ്റ്റ് റോബറി ആവണമെങ്കിൽ തെഫ്റ്റ് വേണമല്ലോ. ആ തെഫ്റ്റിനോടൊപ്പം തന്നെ മോഷണം നടത്തിയിരിക്കണം, നമ്മുടെ തെഫ്റ്റിന്റെ എലമെന്റ്സ് ഒക്കെ വേണം. അപ്പൊ തെഫ്റ്റും ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഇന്റൻഷനോട് കൂടി ഒരാളുടെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സാധനം മറ്റൊരാൾ മൂവ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ മൂവ് ചെയ്ത് കൈക്കലാക്കി തെഫ്റ്റ് നടക്കണം. ആ തെഫ്റ്റിനോടൊപ്പം തന്നെ എന്തും വേണം? വയലൻസ്. ഒന്നുമില്ലെങ്കിൽ ഒരു വയലൻസ് നടന്നിരിക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഫിയർ ഓഫ് വയലൻസ്. പെട്ടെന്ന് ഇപ്പൊ ഒരു ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റന്റ് കോഫി ഒക്കെ ഉണ്ടാക്കുന്ന പറയില്ല, അതുപോലെ ഇപ്പൊ തന്നെ ഒരു വയലൻസ് നടക്കും എന്നുള്ള ഒരു ഫിയർ അയാളിൽ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു വയലൻസോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഫിയർ ഓഫ് വയലൻസോ ഉണ്ടാക്കിയതിന് ശേഷം തെഫ്റ്റ്, അതോടൊപ്പമാണ് ഈ തെഫ്റ്റ് നടത്തുന്നത്, മോഷണം നടത്തുന്നതെങ്കിൽ ആ തെഫ്റ്റ് എന്തായി മാറും? റോബറി ആയി മാറും. അപ്പൊ ഈ വയലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ? വയലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ഡെത്ത് ആകാം, ഒരാളെ കൊല്ലുന്നതാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഹേർട്ട്, ഒരാൾക്ക് എന്തെങ്കിലും മുറിവ് വരുത്തുന്നതാകാം. ഹേർട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതല്ല എങ്കിൽ റിസ്ട്രെയിൻ ചെയ്യുന്നതാകാം. ഒരാളെ റോങ്ഫുൾ ആയിട്ട് റിസ്ട്രെയിൻ ചെയ്യില്ല. അപ്പൊ ഇത് ഏതെങ്കിലും ആകാം.
ഒന്നുകിൽ ഡെത്തോ ഹേർട്ടോ റീസ്ട്രെയിനോ ചെയ്യുന്നതാകാം വയലൻസ്. അതല്ല എങ്കിൽ അങ്ങനെ ഈ പറയുന്ന മൂന്നെണ്ണം ഏതെങ്കിലും വരുമെന്നുള്ള ഒരു വയലൻസ് ഉണ്ടാകുമെന്നുള്ള ഒരു ഫിയർ ഇൻസ്റ്റന്റ് ആയിട്ട് അവരിൽ ഉണ്ടാവണം. ഇപ്പൊ എനിക്ക് മരണം സംഭവിക്കും, ഇപ്പൊ എനിക്ക് ഹേർട്ട് ഉണ്ടാകും, ഇപ്പൊ എന്നെ റീസ്ട്രെയിൻ ചെയ്യും എന്നുള്ള ഒരു ഫിയർ അവരിൽ ഉണ്ടാക്കണം. എന്നിട്ടാണ് തെഫ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് റോബറി ആകും. ഇനി അടുത്ത് വെൻ എക്സ്റ്റോഷൻ ഈസ് റോബറി. എപ്പോഴാണ് എക്സ്റ്റോഷൻ റോബറി ആകുന്നത്? എക്സ്റ്റോഷൻ എപ്പോഴാണ് റോബറി ആകുന്നതെന്നാണ് അടുത്തത് നോക്കുന്നത്. എക്സ്റ്റോഷൻ റോബറി ആവണമെങ്കിൽ, എക്സ്റ്റോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരാളിൽ ഒരു ഫിയർ ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ഒരു പ്രോപ്പർട്ടി ഡെലിവറി ചെയ്തെടുക്കുകയാണ് എങ്കിൽ അതിനെയാണ് എക്സ്റ്റോഷൻ എന്ന് പറയുന്നത്. ആ എക്സ്റ്റോഷൻ റോബറി ആവണമെങ്കിൽ എക്സ്റ്റോഷനോടൊപ്പം തന്നെ എന്തും വേണം, ഒഫൻഡറിന്റെ പ്രസൻസ് വേണം. അതായത് ഇപ്പൊ ഫോണിലൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ കസ്റ്റഡിയിലാണ്, ഇത്ര രൂപ തന്നാലേ വിട്ടു തരുവുള്ളൂ എന്നൊക്കെ പറയുന്നത് എക്സ്റ്റോഷൻ ആണ്. നമ്മൾ ഡെലിവറി ചെയ്ത് ഫിയർ വഴിയായിട്ട് പ്രോപ്പർട്ടി എടുക്കുക. പക്ഷെ അങ്ങനെ എടുത്താൽ അവിടെ ഒഫൻഡറിന്റെ പ്രസൻസ് ഉണ്ടോ? ഡയറക്റ്റ് ആയിട്ടില്ലല്ലോ, ഫോൺ വഴി വിളിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള ഒഫൻഡറിന്റെ പ്രസൻസ്, ഒഫൻസ് ചെയ്യുന്ന ആ വ്യക്തിയുടെ പ്രസൻസ് വേണം. പ്ലസ് എന്ത് വേണം, ഇപ്പൊ വയലൻസ് ഉണ്ടാകുന്നുള്ള ഇൻസ്റ്റന്റ് ഫിയർ വേണം. അതായത് കുട്ടിയെ കസ്റ്റഡി വെച്ചിട്ട് ഇപ്പൊ തന്നെ കുട്ടിയെ കൊല്ലും, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ഒരു വയലൻസ് ഉണ്ടാകും എന്നുള്ള ആ ഒരു ഫിയർ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫിയർ വേണം. പ്ലസ് ഇമ്മീഡിയറ്റ് ഡെലിവറി, അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് ആയിട്ട് ആ ഒരു പ്രോപ്പർട്ടി ഡെലിവറി ചെയ്ത് കൊടുത്തിരിക്കണം. എന്തായിക്കോട്ടെ, വാല്യുബിൾ സെക്യൂരിറ്റി ആയിക്കോട്ടെ, പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവറി ചെയ്തും കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ ആ എക്സ്റ്റോഷൻ എന്തായി മാറുള്ളൂ, റോബറി ആയി മാറുള്ളൂ. വെറുതെ എക്സ്റ്റോഷൻ ആയാൽ അത് റോബറി ആവില്ല. ഇത്രയും കാര്യങ്ങളുണ്ട്. ആ ഒരു ഒഫൻഡറിന്റെ പ്രസൻസും ഉണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു പ്രോപ്പർട്ടി ഡെലിവറി ചെയ്തും കൊടുത്തു, ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു നിമിഷം അവർക്ക് ആ ഒരു ഫിയർ ഓഫ് വയലൻസ് അവിടെ ഉണ്ടാകും എന്നുള്ള ഫിയറും വേണം. എന്നാൽ മാത്രമേ അങ്ങനെയുള്ള എക്സ്റ്റോഷൻസ് റോബറി ആകുള്ളൂ. ഇനി 392 നമ്മൾ റോബറിയുടെ പണിഷ്മെന്റ് പറയുന്നത്. റോബറി ആർ ആയതുകൊണ്ട് തന്നെ റോബറിക്ക് എപ്പോഴും റിഗറസ് പണിഷ്മെന്റ് ആണ്. റിഗറസ് ആയിട്ടുള്ള ഇംപ്രസ്മെന്റ്, കഠിന തടവാണ്. കഠിന തടവ് 10 വർഷം വരെ നീണ്ടാവുന്ന അല്ലെങ്കിൽ അത്ര വരെ കിട്ടാവുന്ന ഒരു റിഗറസ് ഇംപ്രസ്മെന്റ് ആണ് അതിന്റെ പണിഷ്മെന്റ് 392. ഇനി ഇത് ഹൈവേയിലൊക്കെ വെച്ച്, പൊതുസ്ഥലത്ത് വെച്ച് ഹൈവേയിലൊക്കെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ, റോബറി നടത്തുന്നതെങ്കിൽ 14 വർഷം വരെ ഇംപ്രസ്മെന്റും ഫൈനും കിട്ടാവുന്നതാണ്. ഇനി റോബറിക്ക് നമ്മൾ അറ്റംപ്റ്റ് നടത്തിയാൽ, എല്ലാ ഒഫൻസസിനും അറ്റംപ്റ്റ് പണിഷബിൾ ആണ്. നമ്മൾ സ്റ്റേജസ് ഓഫ് ക്രൈം നമ്മൾ പറഞ്ഞപ്പോൾ അതിന്റെ അറ്റംപ്റ്റ് സ്റ്റേജ് പറഞ്ഞു. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക ക്ലാസ്. അപ്പൊ അറ്റംപ്റ്റ് നടത്തുക, റോബറിക്ക് അറ്റംപ്റ്റ് നടത്തിയാൽ, ശ്രമം നടത്തിയാൽ അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള പണിഷ്മെന്റ് പറയുന്നുണ്ട് സെക്ഷനിൽ. 7 വർഷം വരെ ഇംപ്രസൺമെന്റും ഫൈനും കിട്ടാം. അതും റിഗറസ് ഇംപ്രസൺമെന്റ് ആണ്, കഠിന തടവ. അറ്റംപ്റ്റ് നടത്തിയാൽ തന്നെ റിഗറസ് ഇംപ്രസ്മെന്റും ഫൈനും കിട്ടും റോബറിക്ക്. അതാണ് നമ്മൾ റോബറി പറഞ്ഞത്. ഇനി അടുത്തത് ഡെക്കോയിറ്റി. ഡെക്കോയിറ്റി എന്ന് പറയുന്നത് 391 പേരൊക്കെ കേൾക്കുമ്പോൾ വലുതുപോലെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഡെക്കോയിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, സെയിം സാധനം, റോബറി തന്നെ. റോബറി നടത്തുകയോ അല്ലെങ്കിൽ റോബറി നടത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുകയോ, പക്ഷെ എത്ര പേരുണ്ടാവും? 5 or 5 കൂടുതലോ പേരുണ്ടാകും. ഈ സെയിം സംഭവം റോബറി തന്നെ 5 or 5 കൂടുതലോ പേര് ഒന്നിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത് ഡെക്കോയിറ്റി ആകും. അപ്പൊ നമ്മൾ അൺലോഫുൾ അസംബ്ലി പറഞ്ഞപ്പോ പറഞ്ഞു അതിൽ 5 പേരുണ്ട്. കോൺസ്പിറസിയിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ഇനി ഇവിടെ എത്ര? ഡെക്കോയിറ്റിയിൽ 5 പേര്. ഇതിലേക്ക് നമ്പർ ഓഫ് പേഴ്സൺസ് മസ്റ്റ് ആയിട്ടുള്ളത് ഓർത്തിരിക്കണം. ഡെക്കോയിറ്റിയിൽ 5 or 5 കൂടുതലോ പേഴ്സൺസ് കൺജോയിന്റ്ലി ഒന്നിച്ച് അവര് റോബറി കമ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റോബറി ചെയ്യാൻ വേണ്ടി അവർ ശ്രമം നടത്തുകയോ ചെയ്താൽ അതാണ് ഡെക്കോയിറ്റി 391 പ്രകാരം. അതിന്റെ പണിഷ്മെന്റ് 395 പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ജീവപര്യന്തം കിട്ടാം, ഇംപ്രസ്മെന്റ് ഫോർ ലൈഫ്, അല്ലെങ്കിൽ കഠിന തടവ് 10 വർഷം വരെ, റിഗറസ് ഇംപ്രസ്മെന്റ് 10 വർഷം വരെ, ഫൈനും കിട്ടാം. ഇനി 396 ഡെക്കോയിറ്റി വിത്ത് മർഡർ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഡെക്കോയിറ്റി നടത്തുന്ന സമയത്ത് ഈ 5 or 5 കൂടുതലോ പേര് ഡെക്കോയിറ്റി നടത്താൻ, റോബറി നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് അതിലൊരാൾ ഇപ്പോൾ മറ്റൊരാളെ കൊല്ലുക, അതായത് കൂടെ വന്നവരല്ല, ഈ പറയുന്നത് എനി അതർ പേഴ്സൺ, ആരെങ്കിലും ഒരാളെ കൊല്ലുക എന്ന് വെച്ചോ. അപ്പൊ ഒരു മർഡർ നടത്തുകയാണ് എങ്കിൽ അവരെല്ലാവരും ഈക്വലി ലയബിൾ ആ. ഒരാൾ ചെയ്താലും അവർ കൺജോയിന്റ്ലി ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഈക്വലി ലയബിൾ ആകും. വധശിക്ഷ വരെയും കിട്ടാം, അല്ലെങ്കിൽ ജീവപര്യന്തം കിട്ടാം, അല്ലെങ്കിൽ കഠിന തടവ്, റിഗറസ് ഇംപ്രസ്മെന്റ് 10 വർഷം വരെ, ഫൈനും കിട്ടാം. അപ്പൊ ഇതാണ് റോബറിയും ഡെക്കോയിറ്റിയും. അടുത്തതാണ് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ദുരുപയോഗം ചെയ്യുക. പ്രോപ്പർട്ടി നമ്മൾ ദുരുപയോഗം ചെയ്യുക, മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുക. അത് ക്രിമിനലി ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ക്രിമിനൽ ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഒരാളുടെ പ്രോപ്പർട്ടി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുക, അതായത് നമുക്ക് കൈവശമാക്കണമെന്നോ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുക, അതിനൊക്കെയാണ് പറയുന്നത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. 403 പ്രകാരമുള്ള ഒഫൻസ് ആണ്. പ്രോപ്പർട്ടിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള അടുത്ത ഒഫൻസ്, അതായത് ഡിസോണസ്റ്റ്ലി, നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലാതെ, സത്യസന്ധപരമായിട്ടല്ലാതെ ഡിസോണസ്റ്റ്ലി നമ്മൾ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുക, ദുരുപയോഗം ചെയ്യുകയാണ്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ നമ്മൾ ഉണ്ടായിരുന്ന ആളുടെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് അഴിച്ചു മെടിഞ്ഞ് മാറ്റി അല്ലെങ്കിൽ വേറൊരു ഫോമിലേക്ക്, തിരിച്ചറിയാൻ പറ്റുന്ന മറ്റൊരു ഫോമിലേക്കൊക്കെ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. എന്തിനു വേണ്ടി? ടു ഹിസ് ഓൺ യൂസ്, നമ്മുടെ തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഏതെങ്കിലും, അതായത് ഒരു പേഴ്സൺ അവരുടെ തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ പ്രോപ്പർട്ടി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ അത് കൺവേർട്ട് ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് ആക്കി മാറ്റുകയോ ചെയ്യുകയാണ് എങ്കിൽ, ഏതെങ്കിലും മൂവബിൾ പ്രോപ്പർട്ടി ആണ് എങ്കിൽ, മൂവബിൾ പ്രോപ്പർട്ടി ആണ് പറ്റുള്ളൂ.
സ്ഥലമൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു മൂവബിൾ പ്രോപ്പർട്ടി അയാളുടെ യൂസിന് വേണ്ടിയിട്ട് അയാൾ കൺവേർട്ട് ചെയ്ത് മാറ്റുകയോ വേറൊരു സാധനമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഒരു മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണ് എങ്കിൽ, അത് ദുരുപയോഗം ചെയ്യുക ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന കുറ്റമാണ് ചെയ്യുന്നത്. 2 വർഷം വരെ തടവ് ശിക്ഷയും ഫൈനും രണ്ടും കിട്ടാവുന്ന തടവ് ശിക്ഷയും ഫൈനും കിട്ടാവുന്ന ഒരു കുറ്റമാണിത്. 405 അടുത്തത് പറയുന്നത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ട്രസ്റ്റ് എന്നുള്ള വിശ്വാസം, എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ വയലേറ്റ് ചെയ്തു, ലംഘിച്ചു. ഇപ്പൊ ക്രിമിനലി വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അതൊരാൾ ലംഘിച്ചു. അത് എന്തുകൊണ്ട് ലംഘിച്ചത്? ക്രിമിനൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും അയാളുടെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ലംഘിച്ചത്. അപ്പൊ അത് പ്രോപ്പർട്ടിയുമായി റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ, അതായത് എൻട്രസ്റ്റഡ് പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ ഈ എൻട്രസ്റ്റഡ് എന്ന് പറയുന്ന വാക്ക് മിക്കപ്പോഴും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റുമായിട്ട് ഉണ്ടാകും. എന്തിപ്പോ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാലും ഒക്കെ എൻട്രസ്റ്റ് ചെയ്ത് കൊടുത്ത പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എൻട്രസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വിശ്വസിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വീട് ഒരാൾക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോയിരുന്നത്. ഞാൻ പുറത്തേക്ക് പോയ സമയത്ത് അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോയെന്ന് വിചാരിക്കാം. സോ അപ്പൊ ആ പ്രോപ്പർട്ടി ഇയാൾ എന്ത് ചെയ്തു? ഞാൻ വീട് തിരിച്ചു വന്ന് നോക്കി, ഒരു 6 മാസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇയാൾ ആ വീടെടുത്ത് വിറ്റ് വേറൊരാൾക്ക് കൊടുത്തു. സോ അപ്പൊ എന്ത് ചെയ്തു? ഞാൻ എൻട്രസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്റെ ക്ലർക്ക് ആയിട്ടുള്ള ആ വ്യക്തി ഡിസോണസ്റ്റ്ലി, നല്ല ഉദ്ദേശത്തോടുകൂടി അല്ലാതെ അത് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു. അപ്പൊ അവിടെ അടിക്കാനും തൂക്കാനും വേറെ ഒരാളെ ആ ക്ലർക്ക് ഏൽപ്പിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അത് നല്ല ഉദ്ദേശമാണ്. പക്ഷെ അതല്ലാതെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു ബ്രോക്കറിനെ വെച്ചിട്ട് അയാൾ ആ വീട് വിറ്റു, മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തു. അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ ആ ഒരു പ്രോപ്പർട്ടി വേറെ എന്തെങ്കിലും ഇതിനായിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, എന്തെങ്കിലും ആവാം, ഫോണോ അല്ലെങ്കിൽ നമ്മുടെ കാറോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ കാറ് കൊടുത്തിട്ട് പോയതാ ഷോപ്പിൽ, ഇപ്പൊ നന്നാക്കാനായിട്ട് കാർ ഞാൻ ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തായിരുന്നു. അവർ ആ കാർ എടുത്ത് മറച്ചു വിറ്റു, അല്ലെങ്കിൽ കാറിന്റെ ടയറൊക്കെ ഊരി കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു എന്ത് ഞാൻ ഇൻട്രസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്ന എന്റെ പ്രോപ്പർട്ടി അയാൾ അത് ഡിസോണസ്റ്റ്ലി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്തു, അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറെ ഒരു രൂപത്തിലേക്കായി കൺവേർട്ട് ചെയ്തു വെച്ചാൽ അതാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് കൊടുക്കുന്നവരല്ല, ചിലപ്പോൾ വഴി കിടന്ന് കിട്ടുന്നവരോ അല്ലെങ്കിൽ അയാൾക്ക് എവിടെന്നെങ്കിലും കിടന്ന് കിട്ടിയതും ഒക്കെ ആവാം. ഇതെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിച്ച് കൊടുത്തവരത് എന്ത് ചെയ്യും? ദുരുപയോഗം ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് 2 വർഷം അല്ല, അപ്പൊ കുറച്ചും കൂടി കൂടിയതല്ലേ. അപ്പൊ അതുകൊണ്ട് 3 വർഷം വരെ ഇംപ്രസൺമെന്റും ഫൈനും രണ്ടും കിട്ടാവുന്ന ഒരു കുറ്റമാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. എൻട്രസ്റ്റഡ് പ്രോപ്പർട്ടി എന്ന വാക്ക് ഓർത്താൽ മതി. 410 സ്റ്റോളൻ പ്രോപ്പർട്ടി എന്താന്ന് പറയുന്നുണ്ട്. സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മോഷണ വസ്തു. സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെഫ്റ്റ് വഴിയായോ എക്സ്റ്റോഷൻ വഴിയായോ റോബറി വഴിയായോ അല്ലെങ്കിൽ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ വഴിയായിട്ടോ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 410 അതാണ് സ്റ്റോളൻ പ്രോപ്പർട്ടി. ഈ പറയുന്ന രീതികൾ എങ്ങനെയെങ്കിലും കിട്ടുന്ന പ്രോപ്പർട്ടി ആണെങ്കിലാണ് സ്റ്റോളൻ പ്രോപ്പർട്ടി. ഈ സ്റ്റോളൻ പ്രോപ്പർട്ടി നമ്മൾ മോഷ്ടിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മോഷണ വസ്തു നമ്മൾ റിസീവ് ചെയ്യുകയാണ് എങ്കിൽ അതിനും പണിഷ്മെന്റ് പറയുന്നുണ്ട്. ഇനി അടുത്തത് 415, അതൊരു ഒഫൻസ് ആണ്. പിന്നെ 415 ചീറ്റിംഗ്. ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക, ചതിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റന്റ് ടു ഡിസീവ്. അതായത് ഇപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് പറയാണ്, ഞാനിപ്പോൾ ഒരു കടയിൽ പോയി ഞാൻ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി, ഞാൻ എന്നിട്ട് അയാളോട് പറയാണ്, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ ഇതിന്റെയൊക്കെ പൈസ തരാം, എന്റെ പേരിൽ സ്വന്തമായിട്ട് ഇതൊരു ഫിനാൻസ് കമ്പനി ഉണ്ട് എന്നൊക്കെ പറയുന്നു. ആക്ച്വലി ഞാനിതൊന്നുമില്ല, ഞാൻ ഉഡായിപ്പാണ്, തട്ടിപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എന്ത് ചെയ്യാണ്? ഇന്റന്റ് ടു ഡിസീവ് എന്നുള്ളൊരു വാക്ക്. അപ്പൊ ഇവിടെ ഓർത്താൽ മതി, ചീറ്റിംഗിൽ എപ്പോഴും ഡിസീവ് എന്നുള്ളൊരു വാക്ക് കാണും. അപ്പൊ ഡിസീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഫ്രോഡിലൻ്റ്ലി അല്ലെങ്കിൽ വഞ്ചിക്കുക, അതാണ് ഡിസീവ് എന്ന് പറഞ്ഞാൽ. അതായത് ഇന്റന്റ് ടു ഡിസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശം, ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരാളുടെ അടുത്ത് നമ്മൾ ഫ്രോഡ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധമല്ലാത്ത രീതിയിലോ അയാളെ ഇൻഡ്യൂസ് ചെയ്യുക. ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. എന്തിനു വേണ്ടി? ടു ഡെലിവർ, എന്തെങ്കിലും പ്രോപ്പർട്ടി ഡെലിവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പുള്ളി വിശ്വസിക്കും എന്ത് തന്നാലും പൈസ തന്നോളും എന്നുള്ള രീതിയിൽ തരും. അപ്പൊ ഞാൻ വഞ്ചിക്കുക ചെയ്യുന്നത്. ആക്ച്വലി പൈസ കൊടുക്കാൻ എന്റെ 10 പൈസ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് വഞ്ചനയാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ ഫ്രോഡ് ആയിട്ടുള്ള രീതിയിൽ ഡിസീവ് ചെയ്യണം എന്നുള്ള, മിക്ക സിറ്റുവേഷൻസിലും ഡിസീവ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാവും. ബിനെ ഡിസീവ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി എന്നൊക്കെ പറയുമ്പോൾ അത് ചീറ്റിംഗ് ആണെന്ന് ഓർത്തോളുക. അപ്പൊ അങ്ങനെ ഡിസീവ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടി പ്രോപ്പർട്ടി നമ്മൾ ആരുടെ അടുത്തെങ്കിലും ഡെലിവർ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അതിനെയാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു ഫാക്ട് മനഃപൂർവ്വം കൺസീൽ ചെയ്ത് വെക്കുന്നു ഡിസോണസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ. നമ്മൾ ഇപ്പൊ പറയാണ് ഞാൻ വലിയ റിച്ച് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കൺസീൽ ചെയ്ത് വെക്കില്ലേ, അതായത് ഉള്ള സത്യം, ആക്ച്വലി എന്റെ പൈസ ഇല്ല, അത് കൺസീൽ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഡിസോണസ്റ്റ്ലി അറിഞ്ഞു സത്യസന്ധമല്ലാതെ തന്നെ ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു ഫാക്ട് കൺസീൽ ചെയ്ത് ഒളിപ്പിച്ച് വെക്കുന്നതും ഒക്കെ എന്ത് തന്നെയാണ്? ഡിസെപ്ഷൻ തന്നെയാണ്. ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈ പറഞ്ഞ വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. സോ അപ്പൊ അതാണ് ചീറ്റിംഗ്. 415 ഡിസീവ് വാക്കുണ്ടോ എന്ന് നോക്കിയാൽ മതി നിങ്ങൾ. 416 ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ, അതായത് ആൾമാറാട്ടം. ഒരു വ്യക്തി അവിടെ ചിലപ്പോൾ റിയലി ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം, ആ വ്യക്തി ഞാനാണെന്നും പറഞ്ഞ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു,
അതല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല, എന്നിട്ട് ഞാൻ അയാളാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അയാളുടെ പേരിൽ നടക്കുന്നു. അപ്പൊ അതെന്താ ആൾമാറായിട്ടാണ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ബൈ എ പേഴ്സൺ, ഒരു പേഴ്സൺ വഴിയായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമ്മളാണ് അയാളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പൊ അത് 3 വർഷം വരെ ഇംപ്രസൺമെന്റും ഫൈനും കിട്ടാവുന്ന കുറ്റം. നോർമൽ ചീറ്റിംഗ് ആണെങ്കിൽ 1 ഇയറും ഫൈനുമാണ്. ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ആൾമാറാട്ടം ആണെങ്കിൽ 3 വർഷവും ഫൈനും വരെ കിട്ടാവുന്നതാണ്. ഓക്കെ, അടുത്തത് മിസ്ചീഫ് ആണ്. മിസ്ചീഫ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, അത്രേ ഉള്ളൂ, ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. 425 പറയുന്നത്. അതായത് ഇന്റൻഡ് ടു കോസ്, എനിക്കറിയാം ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, ഈ പറയുന്ന എന്റെ ഉദ്ദേശം അതാണ്, എന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യണം എന്നുള്ള, അതായത് അയാളുടെ പ്രോപ്പർട്ടി നശിച്ചു പോകണം എന്നുള്ള ഇന്റൻഷനോടുകൂടി, അങ്ങനെ കോസ് ചെയ്യണം, അത് കാരണമാകണം എന്നുള്ള ഇന്റൻഷനോടുകൂടി, ഉദ്ദേശത്തോടുകൂടി. അതല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല, പക്ഷെ എനിക്കറിയാം ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് വഴിയായി ഇങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നത്, ഈ പ്രോപ്പർട്ടി നശിക്കുകയാണ് ഉണ്ടാകുന്നത് എന്ന് എനിക്കറിയാം. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടി, അങ്ങനെ കോസ് ചെയ്യണം എന്നുള്ള ഇന്റൻഷനോട് കൂടി, അതല്ലെങ്കിൽ നോയിങ് ടു ബി ലൈക്ലി കോസ് എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് അറിവുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇത് ഇങ്ങനെ വരാനാണ് സാധ്യത എന്നുള്ള ഒരു നോളജ് ഉണ്ട്, നോയിങ്ലി ആണ് ചെയ്യുന്നത്. എന്ത്, റോങ്ഫുൾ ലോസ് ഓർ ഡാമേജ്, മറ്റൊരാൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എന്തുണ്ടാകും, റോങ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, ഞാൻ റോങ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന വഴിയായിട്ട് ലോസോ ഡാമേജോ ഉണ്ടാകുന്നു. അത് ആർക്കാകാം, പബ്ലിക്കിനാവാം. ഇപ്പൊ പൊതുസ്ഥലത്ത് നിൽക്കുന്ന ഒരു ടാപ്പ് ഞാൻ നശിപ്പിക്കുന്നതാകാം, തല്ലിപ്പൊട്ടിക്കുന്നതാകാം, അപ്പൊ പബ്ലിക്കിനല്ലേ. ഇനി അതല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ടാപ്പ് തല്ലിപ്പൊട്ടിക്കുന്നതാകാം, അപ്പൊ അതൊരു പേഴ്സൺ ആണ്. അപ്പൊ ഒരു പബ്ലിക്കിനോ അല്ലെങ്കിൽ എനി പേഴ്സണോ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന റോങ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ലോസോ ഡാമേജോ കോസ് ചെയ്യുമെന്ന് ഉദ്ദേശത്തോടു കൂടിയോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള അറിവോട് കൂടിയോ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് മിസ്ചീഫ് എന്ന്. അപ്പൊ അയാൾ അത് ചെയ്യുന്നത് വഴിയായിട്ട് എന്ത് ചെയ്യണം, ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ആയി പോകുന്നു, അതല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഡിമിനിഷസ് ആയി പോകുന്നു. ചിലപ്പോൾ പൈപ്പ് പൊട്ടി എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിന് കുഴപ്പമൊന്നുമില്ല, വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ എന്താണ്, അതിന്റെ വാല്യൂ കുറഞ്ഞു, അതിന്റെ മൂല്യം കുറഞ്ഞില്ല, ഇനി അത് ശരിയാക്കണം. അപ്പൊ അതിന്റെ യൂട്ടിലിറ്റി, ഇപ്പൊ ഫോണൊക്കെ ആണെങ്കിൽ നിലത്തിട്ട് പൊട്ടി അതിന്റെ ഡിസ്പ്ലേ പൊട്ടിയെങ്കിൽ അതിന്റെ വാല്യൂ കുറഞ്ഞു, ഇനി അത് കൊടുക്കുമ്പോൾ അത്രയും പൈസ കിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ യൂട്ടിലിറ്റി കുറഞ്ഞു. അപ്പൊ അതിന്റെ വാല്യൂ, ഉപയോഗം എന്താണോ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എന്താണോ, മൂല്യം കുറയുന്ന തരത്തിലോ, ഒന്നില്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യുന്ന തരത്തിൽ നശിച്ചു പോയി, ഇനി അതല്ലെങ്കിൽ അതിന്റെ വാല്യൂ കുറഞ്ഞു, ഡിമിനിഷ് ചെയ്തു, കുറഞ്ഞു, അതല്ലെങ്കിൽ അതിന്റെ യൂട്ടിലിറ്റി, ഉപയോഗം കുറഞ്ഞു എന്ന തരത്തിൽ നമ്മളൊരു പബ്ലിക്കിന്റെയോ പേഴ്സന്റെയോ പ്രോപ്പർട്ടി നശിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് മിസ്ചീഫ് എന്ന് പറയുന്നത്. 425 പണിഷ്മെന്റ് 3 മാസം വരെ ഇംപ്രസൺമെന്റും ഫൈനും ബോത്തുമാണ് കിട്ടുന്നത്. ഇനി ഈ മിസ്ചീഫ് തന്നെ നമ്മൾ ഫയർ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മൾ തീ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ്, തീയോ ബോംബോ പടക്കോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു വീട് നശിപ്പിക്കാൻ വേണ്ടി, അതായത് ഹൗസോ അല്ലെങ്കിൽ ടെന്റോ വെസലോ അങ്ങനെ എന്തെങ്കിലും മനുഷ്യർ താമസിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ സ്റ്റോർ റൂം ആയിട്ടുള്ള ഒരു സ്ഥലം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയറോ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസോ ഉപയോഗിച്ചാണ് ഈ മിസ്ചീഫ് നശിപ്പിക്കുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ജീവപര്യന്തം വരെയും തടവ് ശിക്ഷ കിട്ടാവുന്ന, ലൈഫ് ഇംപ്രസൺമെന്റും പിന്നെ അല്ലെങ്കിൽ 10 വർഷം വരെ തടവ് ശിക്ഷയും ഫൈനും ഒക്കെ കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഈ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്ത. ഓർത്തിരുന്നാൽ മതി. പിന്നെ അടുത്ത് 441 ക്രിമിനൽ ട്രസ്പാസ്. ട്രസ്പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറുക. ക്രിമിനലി ട്രസ്പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അതിക്രമിച്ച് കയറുന്നത് എന്തോ കുറ്റം ചെയ്യാൻ വേണ്ടി, അതായത് എന്തോ ഒഫൻസ് ചെയ്യാൻ, ക്രൈം ചെയ്യാൻ വേണ്ടിയാണ് കയറുന്നത്. അപ്പൊ ക്രിമിനൽ ട്രസ്പാസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ എൻട്രി ചെയ്യുന്നു പ്രോപ്പർട്ടിയിൽ, ആ പ്രോപ്പർട്ടിയിൽ എൻട്രി ചെയ്യുന്നത് എങ്ങനെയാ, അപ്പോൺ ദ പ്രോപ്പർട്ടി ഇൻ ദ പൊസിഷൻ ഓഫ് അനദർ, മറ്റൊരാളുടെ കൈവശത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്ക്, മറ്റൊരാളുടെ പറമ്പിലേക്ക് ഞാൻ അതിക്രമിച്ച് കയറുന്നു. അതാണ് മറ്റൊരാളുടെ കൈവശത്തിലുള്ള ഒരാളുടെ പ്രോപ്പർട്ടിയിലേക്ക് ഞാൻ എൻട്രി ചെയ്യുന്നു. എന്തോടുകൂടി ഞാൻ എൻട്രി ചെയ്യുന്നത്, വിത്ത് ആൻ ഇന്റൻഷൻ ടു കമ്മിറ്റ് ആൻ ഒഫൻസ്, അവിടെ ഒരു ഒഫൻസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അവിടെ കയറുന്നത്. ഇന്റൻഷൻ ടു കമ്മിറ്റ് ആൻ ഒഫൻസ്. ഓർ അല്ലെങ്കിൽ എന്താ, എനിക്ക് അവിടെ ചെന്നിട്ട് ഒഫൻസ് ചെയ്യണം എന്നൊന്നുമില്ല, ടു ഇന്റിമിഡേറ്റ്, അവരെ പ്രേരിപ്പിക്കണം, അതല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യണം, അവിടെ ചെന്നിട്ട് അവരെ കുറിച്ച് മോശമായിട്ട് പറയുക, അവരെ കുറിച്ച് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, അവരെ ശല്യപ്പെടുത്തുക, അപ്പൊ അവരെ ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അനോയ് ചെയ്യുക, ശല്യപ്പെടുത്തുക എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഒരാളുടെ പ്രോപ്പർട്ടിയിൽ കയറുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫൻസ് ചെയ്യാൻ, അതായത് മോഷണം നടത്താനോ പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരാളുടെ കൈവശത്തിലിരിക്കുന്ന, പൊസിഷനിൽ ഇരിക്കുന്ന പ്രോപ്പർട്ടിയിൽ കയറിയാൽ അതെന്താണ്, ക്രിമിനൽ ആയിട്ടുള്ള ട്രസ്പാസ് ആണ് 441 പ്രകാരം. 3 മാസം വരെ തടവ് ശിക്ഷയും 500 രൂപ വരെ ഫൈനും കിട്ടാം. ഇനി അടുത്തത് 442 ഹൗസ് ട്രസ്പാസ്. ഈ പറയുന്ന ട്രസ്പാസ് തന്നെ അത് വീട്ടിലാ കയറിയതെങ്കിൽ, ഇപ്പൊ ഇത് പറമ്പിലോ എവിടെ വേണമെങ്കിലൊക്കെ ആവാം പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ, കാറിലോ ഒക്കെ ആവാമല്ലോ ക്രിമിനൽ ട്രസ്പാസ്, അതൊക്കെ അയാളുടെ പ്രോപ്പർട്ടി അല്ലേ. ഇനിയിപ്പോ ഹൗസ് ട്രസ്പാസ് തന്നെ വീട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഫ്ലാറ്റോ വീടോ കുടിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഷിപ്പോ, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ, അപ്പൊ ആ ഒരു ഹൗസിൽ ട്രസ്പാസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരാധനാലയമാണ്, അപ്പൊ എവിടെയാണെങ്കിലും അങ്ങനെ ഒരു ഹൗസിലാണ് ട്രസ്പാസ് ചെയ്യുന്നതെങ്കിൽ അത് 442 പ്രകാരമാണ് പറയുന്നത്. ഇനി ആ ഹൗസ് ട്രസ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം വരെ തടവ് ശിക്ഷയും 1000 രൂപ വരെ ഫൈനും കിട്ടാവുന്നതാണ്. ഇനി ലർക്കിംഗ് ഹൗസ് ട്രസ്പാസ്, LURKING
NG. ലർക്കിംഗ് ഹൗസ് ട്രസ്പാസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ വീട്ടിൽ കയറുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. അതായത് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ കൺസീൽ ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ അതിനെയാണ് ലർക്കിംഗ് ഹൗസ് ട്രസ്പാസ് എന്ന് പറയുന്നത്. ഇനി 445 ഹൗസ് ബ്രേക്കിംഗ്. ഹൗസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്ന സമയത്ത് അത് നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതായത് വീടിന്റെ ഡോറ് കുത്തി തുറന്നു, അല്ലെങ്കിൽ ജനാല കുത്തി തുറന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അവിടെ നിന്ന് ഒരു പേഴ്സണെ ബലം പ്രയോഗിച്ച് തല്ലിയിട്ടിട്ടാണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടാണ്, പാസേജ് ഉണ്ടാക്കി, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നെങ്കിൽ അതാണ് എന്ത് 445 ഹൗസ് ബ്രേക്കിംഗ്. ഈ പറയുന്ന ഹൗസ് ബ്രേക്കിംഗ് ആണെങ്കിലും ഹൗസ് ട്രസ്പാസ് ഒക്കെ ആണെങ്കിലും രാത്രി ചെയ്ത ബൈ നൈറ്റാ ചെയ്യുന്നതെങ്കിൽ അതിന് പണിഷ്മെന്റ് കൂടുതലാണ്. നൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാ? സൂര്യാസ്തമയത്തിന് ആ ഒരു ബിഫോർ സൺസെറ്റ് ആഫ്റ്റർ സൺറൈസ് ആ ഒരു സമയത്തിൽ 6 PM to 6 AM എന്നോർത്താൽ മതി. അപ്പൊ ബിഫോർ സൺസെറ്റ് ആഫ്റ്റർ സൺറൈസ് ആ ഒരു സമയത്തായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഈ പറഞ്ഞല്ലോ ക്രിമിനലി ട്രസ്പാസ് ചെയ്യുക അല്ലെങ്കിൽ ഹൗസ് ട്രസ്പാസ് ചെയ്യാന്നൊക്കെ. അപ്പൊ ഈ ഒരു സമയത്ത് ഹൗസ് ട്രസ്പാസിലൊക്കെ വീട്ടിലേക്ക് മുഴുവനായിട്ട് ആള് മുഴുവനേ കയറുന്നില്ല. ചിലപ്പോൾ ഒരാളുടെ കൈ ആയിരിക്കാം വീട്ടിൽ അതിക്രമിച്ച് കയറിയത്, ജനലിൽ കൂടി കൈ ഇട്ടതാകാം, അല്ലെങ്കിൽ തലയായിരിക്കും ഇട്ടത്. അപ്പൊ എന്താണേലും കുഴപ്പമില്ല, എനി ബോഡി പാർട്ട് വന്നാലും അതൊക്കെ ട്രസ്പാസിന്റെ പരിധിയിൽ വരുന്നതാണ്. സോ അപ്പൊ ഇത്രയാണ് നമ്മൾ ഒഫൻസസ് എഗനിസ്റ്റ് അല്ലെങ്കിൽ ഒഫൻസസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലാസ്സസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഇത്ര പെട്ടെന്ന് തന്നെ ഇന്ന് രാത്രിയായിട്ടും ക്ലാസ്സസ് ഇട്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചോട്ടെ, നിങ്ങൾ പോർഷൻസ് ലാഗ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. എനിക്ക് ഒരുപാട് തിരക്കൊക്കെ ഉണ്ട്, ട്യൂഷൻ എടുക്കുന്നുണ്ട്, അങ്ങനെ വേറെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഓഫീസിൽ പോകണം, പിന്നെ LLM ക്ലാസ്സസ് അതിന്റെ വർക്ക്സ് ഒക്കെ ഉണ്ട് ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ. എന്നിട്ടും നിങ്ങൾക്ക് എക്സാം അടുത്തതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ക്ലാസ്സസ് ഇട്ട് തീർത്തത്. അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് കൂടി ഇനി ഉണ്ടാവുള്ളൂ. IPC പെട്ടെന്ന് തന്നെ തീരും. ഇപ്പോൾ നാളെ കൊണ്ട് നമ്മൾ IPC തീർക്കുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും ക്ലാസ്സസ് കാണുക. നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം വയ്യായിരുന്നു, അപ്പോഴൊക്കെ ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചോദിച്ചു, ചേച്ചി ഓക്കെ ആയോ, സൗണ്ട് മാറിയോ, അല്ലെങ്കിൽ കോൾഡ് മാറിയോ എന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് താങ്ക്സ്, ഒത്തിരി താങ്ക് യു ഉണ്ട് നിങ്ങളോടൊക്കെ. സോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് എല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് അവരെല്ലാവരും നല്ല രീതിയിൽ പഠിക്കട്ടെ. എക്സാമിന് നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക. സോ ഓൾ ദി ബെസ്റ്റ് സ്റ്റുഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.